വിശ്വാസം പതറിടുമ്പോൾ ആശ്വാസം പകർന്നിടുന്ന യേശുവിനെ വിളിച്ചിടുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ അനുതാപം ആവശ്യമാണെന്ന് കഴിഞ്ഞ വചന ശുശ്രൂഷയിൽ പറഞ്ഞത് ഒരുപക്ഷെ ഓർക്കുമല്ലോ. തുടർന്ന് നമുക്ക് മത്തായി സുവിശേഷം 21 അധ്യായം 31 32 നമുക്കൊന്ന് പരിശോധിക്കാം. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും യോഹന്നാനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ഇത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്നാപക യോഹന്നാൻ വന്ന് സ്നാനം കൊടുത്ത സമയത്ത് അതിനു മുൻപ് കുറച്ച് ദൈവവചനം അവിടെ പ്രഘോഷിക്കുകയുണ്ടായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചുങ്കക്കാരും വേശ്യകളും അത് കേട്ട് അവരുടെ മനസ്സിന് പതർച്ചയുണ്ടായി. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ട കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. പക്ഷേ നിയമജ്ഞരും ഫരിസേയരും പുരോഹിത പ്രമുഖന്മാരും ഒന്നും ഇത് കേട്ടിട്ട് യാതൊരുവിധ വിലയും കൽപ്പിച്ചില്ല. അവർ യോഹന്നാനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്നാനം തരാനുള്ള അധികാരമല്ല ആരാ തന്നത്? നിന്നെ ആരാ അയച്ചത്? നിനക്ക് ഈ അധികാരം എവിടെ നിന്നാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവർ ക്രോസ് വിസ്താരം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളാകട്ടെ യോഹന്നാനിൽ വിശ്വസിച്ചില്ല, അനുതപിക്കത്തക്ക വിധം വിശ്വസിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വേശ്യകളും ചുങ്കക്കാരും അനുതപിച്ച് വിശ്വസിച്ച്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെക്കാൾ മുൻപ്, ശ്രേഷ്ഠന്മാരായ നിങ്ങളെക്കാൾ മുമ്പ് വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും നോക്കിയാണ് കർത്താവ് ഇത് പറയുന്നത്. നമ്മളെല്ലാവരും സമൂഹത്തിൽ മാന്യന്മാരാണ്, ശ്രേഷ്ഠന്മാരും നല്ലവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് അനുതാപമുണ്ടോ? വചനം കേട്ട് വിശ്വസിച്ച് അനുതപിക്കുന്നുണ്ടോ? അനുതപിച്ചില്ലെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യത വളരെ ദൂരത്താണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ പൂർണ്ണമായ അനുതാപം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമാണെന്നുള്ളത് കർത്താവ് അവിടെ അച്ചിട്ടതുപോലെ പറയുക. കാരണം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്തെങ്കിലും ലാഭം കിട്ടണം, ദൈവമായിട്ട് ബിസിനസ് നടത്തുകയാണ് നമ്മളിപ്പോഴും. അത് പാടില്ല. ദൈവമായിട്ട് ബിസിനസ്സല്ല നമ്മൾ നടത്തണം. ദൈവം നമ്മളിലായി തീരണം, നമ്മൾ ദൈവത്തിലായിത്തീരണം. ഇത് ബിസിനസ്സാകില്ല ഒരിക്കലും. അതൊരു ക്രയവിക്രയമല്ല, അതൊരു പ്രോസസ്സിങ്ങാണ്. നമ്മളിൽ നടക്കേണ്ട ഒരു മാറ്റമാണത്. നമ്മൾ മറ്റൊരു ദൈവമായിട്ട് മാറണം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം. അത്തരത്തിലായിരിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ പോക്കും വരവൊക്കെ. അതിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ വിശേഷം 2-ാം അധ്യായം 23, 24, 25. പെസഹ തിരുനാളിന് യേശു ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ ആരെയും വിശ്വസിച്ചില്ല. കാരണം യേശു അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക്കായിട്ടാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ അങ്ങോട്ട് മാത്രം വിശ്വസിക്കുന്നു. എന്തിനാണ് വിശ്വസിക്കുന്നത്? കാര്യം കാണാൻ. തിരിച്ച് ദൈവം നമ്മെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മളാരെങ്കിലും പരിശോധിക്കാറുണ്ടോ? അതാണ് ഇവിടെ നടന്ന സംഭവം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ വിശ്വസിച്ചു.
പക്ഷേ ക്രിസ്തു ആകട്ടെ അവരാരെയും വിശ്വസിച്ചില്ലെന്ന്. ക്രിസ്തു വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ക്രിസ്തുവിൽ നിന്ന് നമുക്ക് തിരിച്ചൊരു വിശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയുണ്ട്. വിശ്വസ്തരായ വിശ്വാസിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിന് അനുരൂപമായിരിക്കണം, ലോകത്തിന് അനുരൂപമാകരുത്. അതെന്താണെന്നാണ് തുറന്ന് പറയാൻ പോണത്. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നെന്നാണ് പറയണത്. മനുഷ്യനിൽ എന്താണുള്ളതെന്ന് വചനത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 20, 21, 22, 23. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനുഷ്യനിലുള്ളത് എന്താണ്? കർത്താവ് അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നവരാരെയും വിശ്വസിക്കാതിരുന്നത്. ഈ പറഞ്ഞതായ തിന്മകളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ചിട്ട് എന്താണ് മക്കളെ പ്രയോജനം? അവിടെ നിന്ന് നമ്മെ ആരെങ്കിലും വിശ്വസിക്കുക? നമ്മ ആരെയും വിശ്വസിക്കില്ല. ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. യാക്കോസിലെ പറയുന്നത് പിശാചിന് പോലും ദൈവത്തെ വിശ്വാസമുണ്ടെന്നാണ് പറയുന്നത്. പിശാചുക്കളും ദൈവത്തെ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഏകനാണെന്നും സത്യദൈവമാണെന്നെല്ലാം അവനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പിശാചുക്കളെ പോലെ അല്ലല്ല. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അപ്പോൾ നമ്മൾ ദൈവം എങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെ തിരിച്ച് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ദൈവം തിരിച്ചും കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മാനസാന്തരപ്പെട്ട വിശ്വാസിയുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്നാണ് അതിനകത്ത് പറയുന്നത്. അനുദപിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്. അവൻ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നത്. ലൂക്കാസ് വിശേഷം 3-ാം അധ്യായം 8 മുതൽ 14 വരെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം യോഹന്നാനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനമേൽക്കാൻ വന്നു. അവരും യോഹന്നാനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും യോഹന്നാനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. മാനസാന്തരത്തിന് യോജിച്ച ഫലമാണ് ഈ കേട്ടത്. എന്തൊക്കെയാണ്? 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്ത വ്യക്തിക്ക് കൊടുക്കണം. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പിന്നെ പറയുന്നത് എന്താണ്? ചുങ്കക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതലൊന്നും വാങ്ങിക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുതെന്നാണ് പറഞ്ഞത്. തുടർന്ന് പടയാളികളോട് പറഞ്ഞത് എന്താണ്? പടയാളികളോടും ഇങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങൾ വേതനം കൊണ്ട്, അതായത് ശമ്പളം കൊണ്ട് തൃപ്തരാകണം, കൈക്കൂലി വാങ്ങിക്കരുത്. കൈക്കൂലി വാങ്ങിക്കുന്നവൻ കർത്താവിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കില്ല എന്ന് 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൈക്കൂലിയോ മറ്റതേപോലുള്ള അധ്വാനിക്കാത്തതായ സമ്പത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യകൂടാരത്തിൽ, നിത്യതയിൽ, നിത്യജീവനിൽ പ്രവേശിക്കാൻ യോഗ്യതയുണ്ടാവുകയില്ല. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. വിശ്വാസിയുടെ ആത്മാവ് മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവായിട്ട് മാറും. വിശ്വാസിയുടെ ആത്മാവ്. ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 23 വചനങ്ങളിലാണ് അത് പറയുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. സമാധാനം എന്ന് പറയുന്ന ഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വചനം എനിക്ക് ഓർമ്മ വന്നു. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങളാണ് ഓർമ്മ വന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ. കുഞ്ഞാട് രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. യോനാസിയെ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ, അതായത് കൊല്ലുന്ന അവസ്ഥയിൽ, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. കേട്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞതാണ്. തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നപ്പോൾ മനുഷ്യർ തമ്മിൽ കൊല്ലുന്ന അവസ്ഥയിൽ, തമ്മിൽ അടിച്ചടിച്ച് ചാകുന്ന അവസ്ഥയിൽ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടത്. ഇന്ന് നമ്മൾ പത്രമാസികകളും TV ഓൺ ചെയ്താലും ഒക്കെ കാണുന്നത് എന്താ? മനുഷ്യർ തമ്മിൽ തല്ലി ചാവുകയാണ്. മകൻ അപ്പനെ കൊല്ലണ്, അപ്പം മകനെ കൊല്ലണ്, അമ്മ മകളെ കൊല്ലണ്, മകൾ അമ്മേനെ കൊല്ലണ്. ഇതല്ലാതെ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സമാധാനം ഓരോ ഭവനത്തിൽ നിന്നും ഈ പറഞ്ഞ ദൂതൻ വന്ന് എടുത്തു മാറ്റുകയാണ്. കാരണം എന്താണ്? ഈ കാലയളവ് കർത്താവ് വരാൻ സമയമായതുകൊണ്ട് കല്ലും നെല്ലും തിരിയുന്ന സമയമാണ്. കല്ലായിട്ടുള്ളതെല്ലാം മാറും, പതിരായിട്ടുള്ളതെല്ലാം മാറ്റപ്പെടും. പതിരായിട്ടുള്ളതെല്ലാം തീയിലെറിഞ്ഞ് ചുട്ട് കളയുമെന്നാണ് സ്നാപയോഹന്നാൻ പറയുന്നത്. കല്ല് പറക്കി കളയുകയും ചെയ്യും. നെല്ലിനെ മാത്രം സംഭരിക്കുകയുള്ളൂ മനുഷ്യപുത്രൻ. അപ്പോൾ ഈ സമാധാനം എടുത്തു കളയത്തക്ക വിധം ദൂതനെ അയച്ചത് എന്തുകൊണ്ടാണ്? കുടുംബത്തിൽ പരിശുദ്ധാത്മാവാകുന്ന സമാധാനം നമ്മുടെ കുടുംബത്തിലില്ല എങ്കിൽ, ദൈവവചനമാകുന്ന സമാധാനം നമ്മുടെ കുടുംബത്തിലില്ല എങ്കിൽ, തീർച്ചയായും ആ കുടുംബത്തിൽ നിന്ന് ഈ വരുന്ന ദൂതൻ സമാധാനം എടുത്തു മാറ്റിക്കളയും. യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കാത്ത കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ ദൂതൻ സമാധാനം എടുത്ത് കളയും. ഈജിപ്തിൽ നടന്നത് നമുക്കറിയാമല്ലോ. 10 ബാധകൾ അയച്ചതിൽ അവസാനത്തെ ബാധയായിരുന്നു കടിഞ്ഞൂൽ പുത്രന്മാരെ ബാധ വന്ന് കൊന്നുകളയുന്ന അവസ്ഥ. കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ടിട്ടുള്ള വാതിൽപ്പടിയുള്ളിടത്ത് ദൂതൻ അവിടുത്തെ കടിഞ്ഞൂൽ പുത്രനെ കൊല്ലില്ല, കടന്നു പോകും. എന്നതുപോലെ ദൈവവചനത്തിലുള്ളതായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ ഭവനങ്ങൾ വിട്ട് ഈ പറഞ്ഞ ദൂതൻ കടന്നു പോകും. കാരണം എന്താണ്? യേശു പറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ 14-ാം അധ്യായം 27-ാം വചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. എന്നാൽ ലോകം നൽകുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവാകുന്ന സമാധാനത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. നമ്മൾ നേരത്തെ കേട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ പെട്ടതാണ് സമാധാനം. നമ്മൾ കേട്ട് സ്നേഹം, ആനന്ദം, സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ ഈ സമാധാനം നമ്മൾ വചനത്തിലൂടെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിലേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഈ ലോകത്തിലുള്ള സമാധാനം എന്തിലൊക്കെ? ലോകത്തിലുള്ളതായ ആർഭാടതകൾ, കുറേ കളിചിരി തമാശകൾ, കുറേ കണ്ടുകാഴ്ചകൾ, വ്യർത്ഥമായ കുറേ സംഭവങ്ങൾ, കെട്ടുകഥകൾ, ഇതിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ് ഈ ലോകത്തിൻ്റെ സമാധാനം. താൽക്കാലികമാണത്, ക്ഷണികമാണ്. അതിന് നമ്മൾ വിശ്വാസം അർപ്പിച്ച് ജീവിച്ചാൽ ഈ പറഞ്ഞ ദൂതൻ, നമ്മൾ നേരത്തെ കേട്ട് വെളിപാട് പുസ്തകം 6-ാം അധ്യായം 3-4 വചനത്തിൽ പറഞ്ഞതുപോലെ ആ ദൂതൻ വന്ന് നമ്മുടെ കുടുംബത്തിലുള്ളതായ ഈ താൽക്കാലിക സമാധാനം എടുത്തു മാറ്റി അവിടെ നടക്കുന്നത് പിന്നെ വെട്ടും കൊലയായിരിക്കും. മനുഷ്യൻ തമ്മിലടിച്ച് നശിച്ചു പോകും. അതാണ് ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ദൈവം തന്നിരിക്കുന്ന വചനം. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. അപ്പോൾ നമ്മൾ വിശ്വാസം വാക്കാൽ മാത്രം പറയുന്ന വിശ്വാസിയാകാതെ സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്ന, നമുക്ക് സമാധാനം ലഭിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്ന വിശ്വാസിയാകണം നമ്മൾ.
പാപത്തിൽ തുടർന്നുകൊണ്ടിരുന്നാൽ ഒരാൾക്ക് ഒരിക്കലും ഉത്തമ വിശ്വാസിയാകാൻ സാധിക്കില്ല. നമുക്ക് വചനം ഒന്ന് പരിശോധിക്കാം. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 7-ഉം 10-ഉം വചനങ്ങൾ ശ്രദ്ധിക്കാം. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് എന്തിനാണെന്ന്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറയുവാണ്. അപ്പോൾ നമ്മൾ അനുദപിക്കുന്ന ഒരു പാപിയാണെന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കുമെന്നാണ് കർത്താവായ യേശു പറയുന്നത്. 15:10 പറയുവാണ്. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്ന ഒരു വ്യക്തി പിന്നീട് ഉത്തമ വിശ്വാസിയായിട്ട് മാറും. കാരണം എന്താണ്? അവൻ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരെപ്പോഴും അനുദപിക്കാതെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നിയമം പാലിച്ചും ദൈവത്തിന് മുമ്പിൽ നീതീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് കർത്താവായ യേശു പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കാ സുവിശേഷം 16:15. യേശു ഫരിസേയരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നമ്മളെപ്പോഴും ഉത്കൃഷ്ടമായി കരുതുന്ന പല കാര്യങ്ങളും, ശ്രേഷ്ഠമായി കരുതുന്ന പല കാര്യങ്ങളും ദൈവതിരുമുമ്പിൽ നികൃഷ്ടമാണ് മക്കളെ. അവിടെ നിന്ന് ഒരിക്കലും നമ്മുടെ ആഘോഷങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലത് പറയുന്നുണ്ട്. നിങ്ങളുടെ ധൂപാർച്ചനകളും നിങ്ങളുടെ ആഘോഷങ്ങളും നിങ്ങളുടെ അമാവാസികളും എല്ലാം ഞാൻ വെറുക്കുന്നു എന്നാണ് പറയുന്നത് കർത്താവ്. നമ്മുടെ ഹൃദയം അനുതാപമുള്ള ഹൃദയമായി മാറണമെന്നും നമ്മൾ മാനസാന്തരപ്പെട്ട് ഉത്തമ വിശ്വാസിയാകണമെന്നും നിത്യ സൗഭാഗ്യത്തിന് അർഹരായി തീരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള എല്ലാവിധ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കർത്താവിനൊരു താല്പര്യമില്ല. അതത് നികൃഷ്ടമാണെന്നാണ് യേശു തന്നെ വചനത്തിലൂടെ പറയുന്നത്. അതൊന്നും നമ്മുടെ നീതീകരണത്തിന് ഉപകരിക്കുന്നതല്ല. പ്രൈസ് ലോർഡ്. 1 സാമുവേൽ 16:7. മനുഷ്യൻ കാണുന്നത് ബാഹ്യരൂപത്തിലാണ്, ദൈവം എത്രേ ഹൃദയഭാവത്തിലേക്ക് നോക്കുന്നു. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായം 7-ാം വചനത്തിൽ പറഞ്ഞാണ് ഈ കേട്ടത്. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ കാണുന്നത് ബാഹ്യരൂപത്തിലാണ്. ബാഹ്യമായി മോടി ധരിച്ച് നല്ല സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് നല്ല മാലയൊക്കെ ഇട്ട് വലിയ കണ്ണടയും വെച്ച് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവനാണ് കേമൻ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെയൊന്നും ദൈവം നോക്കണില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ വലിയ ഭാവത്തിൽ നടക്കണമെന്ന് അവിടെ നിന്ന് നോക്കുന്നില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എത്രയോ ഉന്നതനാണോ അത്രയും വിനീതനാകുക, അത്രയും എളിമപ്പെടുക എന്ന് വചനം പറയുന്നത് അങ്ങനെയാണ്. എന്തുമാത്രം ഔന്നത്യം ദൈവം നിനക്ക് തന്നിട്ടുണ്ടോ അത്രയും എളിമപ്പെട്ടവനായിട്ട് ജീവിക്കുക, എളിമയോട് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കുറേ ആടയാഭരണങ്ങൾ അഴിഞ്ഞ് നടക്കുന്നതോ കുറേ ലോകത്തിൻ്റെ ആർഭാടങ്ങൾ കാണിച്ച് നടക്കലൊന്നും ദൈവം സന്തോഷിക്കുന്നില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമാണോ? ഹൃദയം ശുദ്ധീകരിച്ചിട്ടുള്ള വിശ്വാസമാണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് കർത്താവ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ബാഹ്യരൂപത്തിൽ ശ്രദ്ധ വയ്ക്കാതെ ഹൃദയരൂപത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഉത്തമ വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൽ അനുതാപമില്ലാതെ ജീവിച്ചു പോയ അവസ്ഥകളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുകയാണ് കർത്താവേ. അങ്ങയെ മഹത്വപ്പെടുത്തുക വഴി എനിക്ക് നിത്യസൗഭാഗ്യത്തിലെത്താൻ പറ്റിയവണ്ണമുള്ള ഉത്തമ വിശ്വാസിയായി തീരാൻ പറ്റിയവണ്ണം എൻ്റെ ഹൃദയത്തെ അങ്ങയോട് ആർദ്രതയുള്ളൊരു ഹൃദയമാക്കി രൂപാന്തരപ്പെടുത്തണമേ. അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ. അതിനായി ഞാൻ അങ്ങയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇനിയുള്ള ജീവിതം അങ്ങേക്കായുള്ളതായിരിക്കാനും അങ്ങയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും അവിടെ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ എനിക്ക് ഹൃദയസ്ഥമാക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.